വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ബലങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആഗോള കത്തോലിക്ക സഭ ജൂബിലി വർഷം ആചരിക്കുന്ന 2025 അനായാസേനയുള്ള ഒരു ബൈബിൾ പഠനം സാധ്യമാക്കുന്ന ഈ എളിയ സംരംഭത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വിശുദ്ധ ഗ്രന്ഥത്തിലെ 73 പുസ്തകങ്ങൾ 1334 ഖണ്ഡികകളിലായി 31,102 വചനങ്ങളിലായി സംഗ്രഹിച്ചിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥ രചന 1500 വർഷങ്ങളിലായി 40ഓളം രചയിതാക്കൾ പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് രചിച്ചതാണ്. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഹെബ്രായർ 4:12. വിശുദ്ധ ഗ്രന്ഥത്തിലെ 73 പുസ്തകങ്ങളെ 8 ഭാഗങ്ങളായി തിരിക്കാം. പഴയ നിയമത്തിലെ 46 പുസ്തകങ്ങൾ 4 ഭാഗങ്ങളായും പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ 4 ഭാഗങ്ങളായും. പഴയ നിയമത്തിലെ 4 ഭാഗങ്ങളാണ് നിയമം, ചരിത്രം, പദ്യം, പ്രവാചകന്മാർ. പുതിയ നിയമത്തിലെ 4 ഭാഗങ്ങളാണ് സുവിശേഷങ്ങൾ, പൗലോസിൻ്റെ ലേഖനങ്ങൾ, കാതോലിക ലേഖനങ്ങൾ, യോഹന്നാനുണ്ടായ വെളിപാട്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.